സിനിമ കണ്ടു. അപ്പോൾ അതിലെ കല്യാണി പ്രിയദർശൻ നീലി എന്നുള്ളൊരു കഥാപാത്രത്തെയാണ് ചെയ്യുന്നത്. ഒരു സൂപ്പർ പവറാണ്. അതെ. അപ്പോൾ നമ്മുടെ 90കളിൽ ഇറങ്ങിയ മണിച്ചിത്രത്താഴുണ്ടല്ലോ, അതിലെ ഗംഗ, അതും ആ ഒരു ക്യാരക്ടറും ഈ നീലിയുമായിട്ട് എന്തെങ്കിലും ഒരു കമ്പാരിസൺ തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം രണ്ട് തലത്തിൽ നിൽക്കുന്ന ഒരു കഥാപാത്രങ്ങളായിട്ടാണ്. കാരണം നീലി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സൂപ്പർ പവറൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ ആ ഒരു കാലത്തിനതീതമായിട്ട് ജീവിച്ച് ഇന്നത്തെ കാലത്തെത്തി നിൽക്കുമ്പോഴത്തേക്കും മോഡേൺ വേൾഡിൽ അവരെങ്ങനെയാണ് പെരുമാറുന്നത്. പക്ഷേ അതേസമയം ഗംഗ എന്ന കഥാപാത്രം വരുമ്പോഴത്തേക്കും അത് ഒരു സാധാരണ ഒരു മനുഷ്യ സ്ത്രീ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറായിട്ട് ഒരു മീൻസ് നമ്മളൊരു ശാരീരികമായിട്ട് ഒരു മനുഷ്യന് കാണിക്കാൻ പറ്റുന്ന ഒരു മാക്സിമം രീതിയിൽ ചെയ്യുന്നു എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ വരാനാണെങ്കിൽ രണ്ടും സത്യം പറഞ്ഞാൽ ശോഭന ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമുക്ക് ഒരു കമ്പാരിസൺ ഒരിക്കലും എത്തത്തില്ല എന്നുള്ളതാണ്. എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം കല്യാണി പുള്ളിക്കാരത്തേക്ക് പറ്റുന്ന രീതിയിൽ ഒരു മാക്സിമം കാലഘട്ടത്തിനനുസരിച്ചുള്ള വ്യത്യാസം രണ്ട് സിനിമകളിലും ഉണ്ട്. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, അപ്പോൾ ഇതിൽ ഗംഗയാണോ നീലിയാണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഗംഗ എന്നുള്ളൊരു കഥാപാത്രം തന്നെയാണ് എന്നെ സംബന്ധിച്ച് കുറെ കൂടെ എന്താ പറയുക പ്രേക്ഷകൻ എന്ന രീതിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ കാണുമ്പോഴത്തേക്കും ഒരു മടുപ്പുളവാക്കാതെ കണ്ടിരിക്കുന്ന രീതിയിൽ ഉള്ള ഒരു കഥാപാത്രമാണ് ശോഭന അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതൊരു യുണീക്കായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ അത് എപ്പോഴും എല്ലാവർക്കും ചിലപ്പോൾ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം അത് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു മാസ്റ്റർ പീസായിട്ട് തന്നെ ഒരു നിൽക്കുകയാണ്. ഒരു മലയാളം നമ്മൾ ത്രൂ ഔട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത്. അപ്പം ആ ഒരു റൈറ്റിങ്ങും കാര്യങ്ങളും അതൊക്കെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു മാജിക്കാണ്. കാരണം എല്ലായിടത്തും നമുക്ക് ഒരു സക്സസ്ഫുൾ ഫോർമുല ഒന്നും നിർത്തിയിട്ട് നമുക്ക് അത് തന്നെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. ഒരു സംവിധായകൻ തന്നെ ചെയ്ത ഒരു സക്സസ് ഫോർമുല ചിലപ്പോൾ അതേ സംവിധായകനെ കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് തീർച്ചയായിട്ടും ഗംഗ എന്നുള്ളൊരു കഥാപാത്രം തന്നെയാണ് തീർച്ചയായിട്ടും മനസ്സിൽ മായ നിൽക്കുന്നതും. എന്നാൽ അതൊരിക്കലും കല്യാണി ചെയ്ത ലോകയിലെ ചന്ദ്ര എന്ന കഥാപാത്രത്തെ ഒരിക്കലും ഇകഴ്ത്തി സംസാരിക്കുന്നതല്ല.